അശോകേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സിനിമയെ പറ്റി. ഇപ്പൊ 350 വർഷമല്ലേ? ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ആ സിനിമ കയറിയപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നി? അത് പാർവതി പരിണയം വിഷക്കാരനായിട്ട് അഭിനയിച്ച അതാണ് ബ്രേക്ക് കിട്ടിയ പടം. ആ സമയത്ത് തുടക്കത്തിൽ ചിന്തിക്കാത്ത ചില ഡയറക്ടേഴ്സിനോടും ചിന്തിക്കാത്ത ചില നടന്മാരോടൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. പിന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഞാനും ദിലീപായിട്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായി. കൊച്ചി രാജാവിലെ ഞാൻ പറഞ്ഞത് ദിലീപിനെ കൊണ്ട് ഞാൻ ഓട്ടോറിക്ഷക്ക് വരും. ഓട്ടോയിൽ വെച്ച് ഞാൻ ഇതാണോ വീടെന്ന് ചോദിക്കും, ദേവിയേ ഇവിടെ നമുക്കിങ്ങനെ ഓട്ടോ ഒന്ന് പൊങ്ങണം എന്ന് ജോണി ആൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ജോണി അപ്പം തന്നെ ഫൈറ്റ് മാസ്റ്റർ വിളിച്ച് വരുത്തി അവിടുന്ന് പൊക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഷോട്ടിന് വേണ്ടി പൊക്കി. നമ്മുടെ പഞ്ചാബി ഹൗസ് പോലെ രമണന്റെ കട്ട് ചെയ്ത് കളയില്ലേ ചില ഇമോഷൻ സീനുകൾ? ഇമോഷൻ ചെയ്യാനുള്ള കൊതി കൊണ്ടിട്ടാണ് ആ വിഷമം ഉണ്ടായത്. അത് കളയല്ലേ എന്ന് പറഞ്ഞില്ല, അത് കട്ട് ചെയ്ത് കളയും. കളയല്ലേ പ്ലീസ് പ്ലീസ് എന്ന് റാഫി എടുത്ത് പറഞ്ഞപ്പോൾ അവനില്ല, കട്ട് ചെയ്ത് കളയും. പിന്നെ റാഫി സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, റാഫി ഇനിയെങ്കിലും അത് ഇട്ടൂടെ, ഇനി ഇട്ട് അശോനെ കണ്ണു വെക്കും. ഇത്രയും കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു ഇമോഷൻ വന്നാൽ ചിലപ്പോൾ പടത്തിന് ബാധിക്കും. സാധാരണ പൊളിറ്റിക്കൽ സിനിമ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെ ആ ഒരു രീതിയിലല്ല ചെയ്തേക്കണത്. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പിന്നെ എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര എടുക്കല. ക്രൗഡൊക്കെ 6000-7000 ക്രൗഡിനെ വെച്ചിട്ട് ഇത്ര ദിവസം വർക്ക് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഈ 6000-7000 ക്രൗഡിനെ വെച്ചിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പ്രതിച്ഛായ സിനിമയിലെ 2 താരങ്ങളാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം ടു ക്ലബ് FM ഹരിശ്രീ അശോകൻ ആൻഡ് നീതു. താങ്ക് യു. അശോകേട്ടാ, പ്രതിച്ഛായ ആയിട്ട് നിൽക്കാണ്, എന്ത് തോന്നുന്നു? നന്നായിട്ട് നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളൊരു തോന്നലുണ്ട്. ഓക്കെ, ശരി. നമ്മൾ പറയും പൊളി ശരത്തെ ട്രാക്ക് മാറ്റുമെന്ന് നമ്മൾ പറയാറുണ്ട്. പൊളി ശരത്തെ ട്രാക്ക് മാറ്റുന്നത് അത് അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. എന്താ വെച്ചാൽ ഒരു നാൾ വരെ നമ്മളെയൊക്കെ ചിരിപ്പിച്ചു, നമ്മളൊക്കെ മലയാളികളെ ചിരിപ്പിച്ച് നമ്മുടെ നെഞ്ചിലേറ്റിയ ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ സുരാജ് ഏട്ടൻ ഒക്കെ ഒരുപാട് പേരുടെ പേരുകൾ പറയാനുണ്ട്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അങ്ങ് സീരിയസ് ആയി. ഓക്കെ, സീരിയസ് ആയതല്ല, അത് സീരിയസ് ആക്കിയതാ. ആണോ? ആ, നമ്മളല്ലല്ലോ സീരിയസ് ആണ്. ഒരു നടൻ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. നടൻ നടി രണ്ടും 2 ജോലിക്കാരാണ്. അവർ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ സിനിമകൾ? അങ്ങനെ സീരിയസ് അല്ല, അത് ഡയറക്ടറാണ് സെലക്ട് ചെയ്യണം. ഇയാളെ കൊണ്ട് ഇത് ചെയ്യിക്കാം. നമുക്ക് സെലക്ട് ചെയ്യണമെന്നെങ്കിൽ നമ്മ പടം പിടിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഡയറക്ടർ പറയും നമുക്ക് ആ വേഷം ഇയാളെ കൊണ്ട് ചെയ്യിക്കാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ സെലക്ഷൻ ആവുന്നത്. ഈ അടുത്തൻ്റെ അടുത്ത് വന്നൊരു കഥ പറഞ്ഞ് ഒരു പാർട്ടി, പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ? ശരിയാവുന്നല്ല, ഇത് ഞാൻ ചെയ്താൽ നിൽക്കുമോ? കാരണം സൈസും ഇത് തിലകൻ ചേട്ടനൊക്കെ ചെയ്യേണ്ട ഒരു വേഷമല്ലേ. അല്ല, അവരൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ചേട്ടനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ച് ശരിയാണ്. പക്ഷെ സൈസൊന്നും പ്രശ്നമൊന്നുമല്ല, ചേട്ടൻ ചെയ്യാൻ പറ്റും ഇത്. കാരണം ചേട്ടൻ മറ്റു സിനിമകൾ കണ്ടതിന് ശേഷം ഞങ്ങളെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അതുപോലെ കടകൻ എന്ന് പറഞ്ഞ സിനിമയിലും ഇത് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് വലിയ വേഷമല്ലേ, ഒരു അച്ഛൻ വേഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വലിയ വേഷമല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞത് ചേട്ടനെ പറ്റൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ശരിയാവും, അവരുടെ വിശ്വാസമാണ്. നമ്മളും ആ ഒരു വിശ്വാസം തന്നെ ചെയ്യുന്നത്. അല്ല, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ ആ ഒരു മാറ്റം, അതും നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി എന്നുള്ള. നമ്മൾ തമാശ മാത്രം കണ്ടോണ്ട് നമ്മൾ സീരിയസ് ഇതും കൊള്ളാലോ, ഈ ഒരു ക്യാരക്ടർ അടിപൊളിയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇത് കൊള്ളാലോ എന്ന് ഇനിയും പറയാൻ പോണ്ട്. ഇനി എന്റെ പൊന്നെ ഇതൊക്കെ മേലെ ഇത് കൊള്ളാന്നല്ല, ഇതും കൊള്ളാലോ എന്ന് പറയുന്ന വേഷങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ്. ആണ്, പറയോ? പറയിപ്പിക്കും. കളിയാണ് ചെയ്യാത്ത വേഷം ചെയ്യാമോ? ഇതൊരു ചെയ്യാത്ത ഒരു ഡിഫറെന്റ് ആണ്. ഓക്കെ, അടിപൊളി. അപ്പം നീതുലേക്ക് വരികയാണെങ്കിൽ, നീതു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവറിനെ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിച്ഛായ എന്ന സിനിമ ആദ്യത്തെ സിനിമയാണ് നീതുവിൻ്റെ. ഇവിടുന്ന് ഈ ഒരു സീറ്റിൽ നിന്ന് അവിടേക്കുള്ള ഒരു ദൂരം അതെങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ അശോകൻ ചേട്ടൻ പറയണ പോലെ നമുക്ക് അങ്ങോട്ട് കയറി ചോദിക്കാനുള്ള ഓപ്ഷൻസ് ബുദ്ധിമുട്ടുണ്ട്, ചോദിക്കാൻ കുറച്ച് മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താണ്, അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിലോ എനിക്ക് അറിയുന്ന ഒരു 10 സർക്കിളിൽ പോലും സിനിമയിലുള്ള ആരും ഇല്ല. അപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എൻ്റെ കൺട്രോൾ
കൺട്രോളിലുള്ള സാധനം വഴിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് സോഷ്യൽ മീഡിയ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെറുതായി വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന സമയത്താണ് ആങ്കറിങ്ങിനുള്ള ഓപ്ഷൻസ് ചെറുതായിട്ട്, അതായത് ഞാൻ സംസാരിക്കണ പോലെയൊക്കെ സ്റ്റോറി ഇടുമായിരുന്നു സംസാരിക്കണത്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു സംസാരിക്കണ്ടല്ലോ നന്നായിട്ട്, അപ്പോൾ പിന്നെ ഒന്ന് ആങ്കറിങ് നോക്കിക്കൂടെ ചോദിച്ചു. അപ്പോഴാണ് അങ്ങനെയാണ് ആങ്കറിങ്ങിൽ എത്തിയത്. ആങ്കറിങ് വീഡിയോസ് പിന്നെ കുറച്ച് ഓഡിയൻസ് കണ്ട്, ഓഡിയൻസ് ആണ് ഈ കുട്ടി വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഉണ്ണിസാറിൻ്റെ അടുത്ത്, ഉണ്ണിസാറിൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഇന്റർവ്യൂ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഓഡിഷൻ കോൾ വന്നത്. പക്ഷെ എല്ലാം ചെയ്തത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ടൈമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ ആദ്യത്തെ സെറ്റ്, ആൾക്കാര്, എൻ്റെ ഓഡിഷൻ ഡേ തന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മളെ കയ്യിലുള്ള സാധനമല്ലല്ലോ. അപ്പോൾ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ ഡേ തന്നെ കാസ്റ്റിങ്ങിന് വിളിച്ചത് വിവേകാനിരുദ്ധായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എത്രയാണ്, ചേട്ടാ ഞാൻ ചെയ്തോ ഇന്ന്, ആർ യു ഹാപ്പി വിത്ത് ഞാൻ ചെയ്ത കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10 എനിക്ക് എത്ര മാർക്ക് തരും ഞാൻ ചെയ്തതിൽ? ഞാൻ ചോദിച്ചു. ഒരിടത്തൊരു നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല, സാറും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ കോള് വരുന്നത്. പിന്നെ എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10 days മുന്നേ സാറിൻ്റെ ഓഫീസിൽ ഞാൻ പോകുമായിരുന്നു, ADs ഒക്കെ ആയിട്ടൊന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയില്ല, ഞാനിത് അറിഞ്ഞേ ഇല്ല. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞ സാധന, ഇപ്പം എനിക്ക് കൂടുതൽ നിവിൻ പോളി ആണെന്നോ ബി ഉണ്ണികൃഷ്ണൻ സാർ ആണെന്നോ അശോകേട്ടനാണെന്നോ രാജചേട്ടനാണെന്നോ ഇവർ തോന്നിപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ആസ് എൻ ആക്ടർ പ്രതിച്ഛായമായിട്ടൊരു സിനിമ ഏതായിരിക്കും? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയോ സിനിമയിൽ വന്നു. അയ്യോ, അതെ, സത്യം. ചെറുതായിട്ട് ചെറിയ വേഷങ്ങൾ ചെയ്ത് വന്നു. സിനിമയ്ക്ക് വേണ്ടി ആദ്യ കാലഘട്ടത്തിലൊന്നും ഓടിയിട്ടൊന്നുമില്ല. ആദ്യം അഭിനയിച്ച ഹരിശ്രീ പ്രൊഡ്യൂസ് ചെയ്ത ഹരിശ്രീയുടെ സിദ്ദിഖ് ലാല് കഥ എഴുതിയ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന പടത്തിനാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. അത് ഒരു ഭജനക്കാരൻ്റെ വേഷമാണ് ഞാൻ ചെയ്തത്. സത്യൻ അന്തിക്കാട് ആണ് അത് ഡയറക്റ്റ് ചെയ്തത്, സത്യേട്ടനാണ് ഡയറക്റ്റ് ചെയ്തേക്കണത്. അതിൽ റഹ്മാൻ, ലാലേട്ടനൊക്കെ എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മിമിക്രി തന്നെ ഇങ്ങനെ തുടർന്നു. അന്ന് ജോലി വേണ്ട ടെലികോമിൽ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെയും ചെറിയ വേഷം കിട്ടി ചെയ്യും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൻ്റെ കൂടെ നിൽക്കണം. കാരണം സിദ്ദിഖ് ലാൽ പോയി സിനിമയിലേക്ക്, പിന്നെ എൻ എഫ് ഫറീസും പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഞാനും എൻ എഫ് ഫറീസും കൂടിയിട്ടാണ് ഈ പഴയ ആൾക്കാരെന്ന് പറയുന്ന 2 പേര് ഹരിശ്രീയുടെ മിമിക്സ് പരേഡിലുള്ളത്. കലാഭവൻ വിട്ടു പോന്നിട്ട് ഹരിശ്രീ തുടങ്ങിയതാണ്. അപ്പം അതിൽ നിന്ന് പിന്നെ വിട്ടു പോകാൻ ഒരു വിഷമം മനസ്സിൽ നിന്ന് അതിനെ സംരക്ഷിച്ച് കുറച്ചാൾ എൻ്റെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്നേ എനിക്ക് വേണമെങ്കിൽ സിനിമയിൽ നിന്നും മുന്നേ, പക്ഷെ അന്നും തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ വന്നു സിനിമയിലേക്കായി ഇവിടം വരെ എത്തി. ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ആ സിനിമ കയറിയപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നി? അത് പാർവതി പരിണയം എന്ന സിനിമ, ബിഷക്കാരനായിട്ട് അഭിനയിച്ച ഒരു പാർവതി പരിണയം തന്നെ. അതാണ് ബ്രേക്ക് കിട്ടിയ പടം ആ സമയത്ത് തുടക്കത്തിൽ. അതിനുശേഷം പിന്നെ ശ്രദ്ധിക്കപ്പെട്ടു കുറച്ച്, പിന്നെ വേഷങ്ങൾ കിട്ടാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്താ പറയുന്ന, നമ്മൾ ചിന്തിക്കാത്ത ചില ഡയറക്ടേഴ്സിനോടും ചിന്തിക്കാത്ത ചില നടന്മാരോടെയൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. ട്രാക്കിൽ ശരിക്കും വന്ന് വീണു. പിന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ടായി ഞാനും ദിലീപുമായിട്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായി. പിന്നെ എല്ലാവരുമായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം. ഇപ്പോൾ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനായിട്ടും സുരേഷ് ഏട്ടനായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും കുറേ പേരോട് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത കുറേ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിക്ക് അവരെയൊക്കെ പടത്തിൽ അഭിനയിക്കുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവരോടൊന്നും ചില പറ്റിയില്ല എനിക്ക്. ഭരതൻ സാറ്, പത്മനാഭൻ സാറ്, അവരൊക്കെ പടത്തിൽ അഭിനയിക്കുന്നത് കൊതിയായിരുന്നു. അന്ന് ചോദിച്ചിട്ടുണ്ടോ? അന്ന് ചോദിക്കാൻ ഒരു പേടിയാണ്. കാരണം അവരൊക്കെ ഒരു വേറെ ലെവലിൽ നിൽക്കില്ല. അപ്പം ഇങ്ങനെ ചോദിക്കും. പിന്നെ ഈ ചോദ്യങ്ങൾ തുടങ്ങിയത് കുറേ കഴിഞ്ഞപ്പോഴാണ്. മീൻ കോമഡി ട്രാക്കിൽ നിന്ന് പതുക്കെ സീരിയസിലേക്ക് വന്നു. ഇപ്പോൾ ഈ കേരള ക്രൈം ഫയൽ എന്നുള്ള വെബ് സീരീസ് കേരള ക്രൈം ഫയൽ ഒന്നും രക്ഷയില്ല. അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചും കൂടി ക്യാച്ചായത്. ആൾക്കാർക്ക് ഇഷ്ടമായി. പല സിനിമാ മേഖലയിൽ കുറച്ച് സംസാരം ഉണ്ടായി. അത് അഹമ്മദാണ് അതിന് കാരണക്കാരൻ, ഡയറക്ടർ അഹമ്മദ്. ശ്രദ്ധിക്കണം. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നതാണ് പടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പുറത്ത് പോയിട്ട് പോണ വഴിക്ക് ഇവർ രണ്ടുപേരും ഇവരാ ഗ്യാങ് സംസാരിച്ച് നമുക്ക് ആവേശം ക്രൈം ഫയലിൽ മറ്റേ ഇയാളെ അശോകനെ വിളിച്ചാലോ. അപ്പം തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വിളിച്ചു അച്ഛൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമെന്ന് വന്നപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയതാണ്. അതിന് 100% ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. കാരണം അവർ നമ്മളെ, ഞാൻ ചെയ്യാത്തൊരു വേഷം എന്നോട് താടി കുറ്റിയാക്കണം, മീശ കുറച്ച് കൂടുതൽ വളർത്തണം, ആ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതിന് പിന്നെ പറഞ്ഞു ഓർഡറിൽ നമുക്ക് ഓരോന്ന് പറഞ്ഞ് നമ്മൾ ഫീഡ് ചെയ്ത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കയറി. കാരണം ഭയങ്കര കഞ്ചാവ് വലിക്കുന്ന ഒരാളാണ്, മദ്യം കുടിക്കും, ഒരാളെയും വക വെക്കില്ല, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക്
അത് ശരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റി പെട്ടെന്ന്. പിന്നെ അവർക്ക് ഇഷ്ടമായി അത്. അതിനുശേഷം കുറേ പടങ്ങൾക്ക് വിളിക്കും, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എല്ലാം കേരളം ക്രൈം ഫയലാണ്. അല്ല അത് ആ ഒരു പടം കാരണമാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാറുണ്ട്? റിപ്പീറ്റഡ് ഞാൻ എടുക്കുന്നില്ല. അവർ പലതും ഇങ്ങനെ വന്നിട്ട് കുറ്റിത്താടി കട്ടിമീശ, ഞാൻ പിന്നെ അത് വേണ്ട. സബ്ജക്റ്റ് കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അതിന് മീശയും ഇങ്ങനെ ഇത് വെക്കണം എന്നില്ല, എല്ലാം പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചിട്ടുണ്ട് കുറച്ച്. നീതു ആക്ച്വലി ഒരു പൊളിറ്റിക്സ് സിനിമ ഇപ്പോൾ പറഞ്ഞ് ഫാമിലിയാണ്, എന്നാലും ഒരു പൊളിറ്റിക്സ് ഒരു ഡ്രാമ സിനിമയിലേക്കാണ് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആൾക്കാർ ഇനി ആദ്യമായിട്ട് അഭിനയിക്കാണല്ലോ, ആൾക്കാർ ഇനി ജഡ്ജ് ചെയ്യുമോ, അങ്ങനത്തെ ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ് ടെൻഷൻ ആക്കുന്നില്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതായത് ഇപ്പം എൻ്റെ ഫാമിലിയിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉള്ള ആളുകളാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും അമ്മയുടെ ഫാമിലി ആണെങ്കിലും. പക്ഷെ പാർട്ടി പ്രവർത്തനങ്ങൾ കുറവാണ്. അതായത് നമുക്ക് പൊളിറ്റിക്സ് ഉണ്ടാവുക എന്നുള്ളതും പാർട്ടി പ്രവർത്തനം ഉണ്ടാവുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണല്ലോ. അപ്പോൾ പൊളിറ്റിക്സ് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനതൊരിക്കലും പബ്ലിക്കിൽ പറയൂല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശ്വാസ്യതയുള്ളൊരു ഡയറക്ടർ ഉണ്ണി സാറിൻ്റെ പൊളിറ്റിക്കൽ അവയർനെസ് വളരെ വലുതാണ്. നമുക്കറിയാം സാർക്ക് ഒരു കൃത്യമായ ധാരണ ഉണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ സാർ എന്നെ സെലക്ട് ചെയ്തത് തന്നെ എനിക്ക് വലിയ കാര്യം. അപ്പോൾ അതൊന്നും എൻ്റെ തലയിലൂടെ പോയിട്ടില്ല. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളിൽ ഇപ്പോൾ പല പാർട്ടികളിലുള്ള അനുഭാവികളുടെ അടുത്ത് ഞാൻ സംസാരിച്ച് എൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി. അതുപോലെ അർജുൻ അശോകനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ ഒരു സിനിമ പറഞ്ഞു, അതുപോലെ അതെ മകനാണ്, അശോകേട്ടൻ്റെ മകനാണ് സുഹൃത്തുക്കളെ. അപ്പം അർജുൻ അശോകൻ ഇങ്ങനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടോ സിനിമകൾ, അതായത് ഈ സിനിമ അഭിനയിച്ച നല്ലതായിരിക്കും എന്ന് പറഞ്ഞെടുത്ത സിനിമകൾ വേറെ ഉണ്ടോ അശോകേട്ടനോട്? എന്നോട് അതായത് അല്ലെങ്കിൽ ചില സിനിമകൾ അച്ഛൻ ഈ സിനിമയിൽ അഭിനയിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവൻ കേൾക്കുന്ന കഥകൾ അവന് വേണ്ടിയിട്ടാണ്. അവൻ വേറൊരു ആർട്ടിസ്റ്റിനെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല. അത് ആരാ ചെയ്യണേന്ന് പോലും അവൻ ചോദിക്കാറില്ല. കാരണം അത് അവൻ്റെ ജോലി. എന്നിട്ട് അതവൻ പറയും, അധികം കുഴപ്പമില്ല. ഇപ്പം കേൾക്കുന്ന കഥകളിലൊക്കെ അത് കുറച്ച് ഇങ്ങനെ ഒന്ന് സജഷൻസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വേറൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് അവൻ സംസാരിക്കാറില്ല, ഒരു കലാകാരനെ കുറിച്ചിട്ട് അവൻ സംസാരിക്കില്ല. അതൊക്കെ അത് ഡയറക്ടറിന്റെ ഡിസിഷനാണ്. ഞാനത് ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമായി, സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമായി, അപ്പം ഞാൻ ആ സീൻസിൽ കുറച്ച് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ വേണോ എന്ന് ചോദിക്കും. അല്ലാതെ കണ്ട് വേറൊരു ആർട്ടിസ്റ്റ് ഇന്നാളാക്കിയാലോ ഒന്നും അതൊന്നും ചോദിക്കില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. നീതുവിന്റെ അടുത്ത് ശോഭനയുടെ വലിയൊരു ഫാനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലോ അല്ലേ? എല്ലാരെയും പോലെ. അതെ, എല്ലാരെയും പോലെ. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ കേട്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ശോഭനയുടെ കുറച്ച് സിനിമകൾ പറയാം, ഇഷ്ടമുള്ള സിനിമ ഏതാന്ന് വെച്ച് ചൂസ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാന്ന് ഞാൻ പറയുന്നുള്ളൂ. മേലെ പറമ്പിൽ ആൺവീട്, നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ് പവിത്രം തേമാവിൻ കൊമ്പത്ത്. തേമാവിൻ കൊമ്പത്ത് മണിച്ചിത്രത്താഴ്. തീര. മണിച്ചിത്രത്താഴ് ദളപതി. മണിച്ചിത്രത്താഴ് തുടരും. ഒരിക്കലും ഞാൻ മണിച്ചിത്രത്താഴ്ന്ന് പോവില്ല. അതായത് എനിക്ക് തോന്നുന്നത് 40 years കഴിഞ്ഞിട്ടാണ് തോന്നുന്നു റിലീസ് ഉണ്ടാവണം. ആണോ? 93. അത്ര വർഷം കഴിഞ്ഞിട്ട് ഞാനിത് നമ്മൾ ടി വിയിലായിരിക്കുമല്ലോ കണ്ടുണ്ടാവുക. എൻ്റെ എക്സാമിൻ്റെ തലേ ദിവസമായിരുന്നു അതിൻ്റെ റിലീസ് ഉണ്ടായത്. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ പോയി കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ഇരുന്നിട്ട്. എനിക്ക് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സോങ് ഉണ്ടല്ലോ, ഒരു മുറയിൽ വന്ന് പാർത്തായാലും, അതിൽ അവർ ഓൾഡ് ടൈമിൽ ശോഭന മാം ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ അവിടെ, അവർ രണ്ടും കൂടെ. ഞാൻ അത് കാണാൻ വേണ്ടി ഞാൻ പോയത്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ സിനിമ വിട്ട് നമ്മൾ ചെയ്തത് ചോദിച്ചപ്പോൾ കറക്റ്റായി. ഐ എം വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെ പറഞ്ഞാലും അത് മണിച്ചിത്രത്താഴ് തോന്നിട്ട് അത് പറഞ്ഞപ്പോഴേക്കും അതിൽ തന്നെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. അശോകേട്ടന് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചില സിനിമകൾ ചെയ്യുമ്പോൾ കൈ നിട്ട ഡയലോഗ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അത് ക്ലിക്കാവുക, അങ്ങനെ ഓർമ്മയുണ്ടോ ഏതെങ്കിലും സിനിമകളിൽ? അല്ലെങ്കിൽ ഇംപ്രഷൻ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. കൊച്ചി രാജാവിലെ ഞാൻ പറഞ്ഞത് ദിലീപിനെ കൊണ്ട് ഞാൻ ഓട്ടോറിക്ഷക്ക് വരും ഇവിടെ വീട്ടിലേക്ക്. വരുമ്പോൾ ഞാൻ പറഞ്ഞ് ഓട്ടോയിൽ വെച്ചിട്ട് ഞാൻ ഇതാണോ വീടെന്ന് ചോദിക്കും. ദേവിയേ എന്ന് പറഞ്ഞിങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇതാണോ വീട്? ആ വീട് കാണുമ്പോൾ എൻ്റെ ഉള്ളാന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കിങ്ങനെ ഓട്ടോ ഒന്ന് പൊങ്ങണം എന്ന് ജോണി ആൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ജോണി അപ്പം തന്നെ ഫൈറ്റ് മാസ്റ്റർ വിളിച്ച് വരുത്തി അവിടെ നിന്ന് പൊക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ഷോട്ടിന് വേണ്ടി പൊക്കി.
പക്ഷെ അത് പടത്തിൽ ഭയങ്കര രസമാണ്. കാരണം എൻ്റെ ഉള്ളു ഞെട്ടുന്ന പോലെയാണ് ഓട്ടം പൊങ്ങിയേക്കണത്. അതപ്പോൾ തോന്നിയത് നമുക്ക്. അതുപോലെ തന്നെ അവനെ ഈ സ്ട്രെച്ചറിൽ കയറ്റി കിടത്തും. കിടത്തിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ദേ അവനെ എടുത്തില്ലേ എന്നാ ചോദിക്കണേ. മറ്റേ ആ വടി മാത്രമല്ലേ കൊണ്ടുപോകണുള്ളൂ, ആള് തുണി തന്നെ കിടക്കുകയല്ലേ. അപ്പം അത് ഇങ്ങനെ പറഞ്ഞ സാധനം അപ്പന് ഒരു വണ്ടി വഴി നടക്കുമെന്ന് കിടക്കണ, അതൊക്കെ നമ്മ അപ്പം ഉണ്ടാക്കിയതാ. അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്, കുറെ സിനിമ. അതുപോലെ ഇത് നമ്മുടെ പഞ്ചാബി ഹൗസ് പോലെ രമണന്റെ ആ സീനുകളൊക്കെ ചിലത് കട്ട് ചെയ്ത് കളയില്ലേ, ചില ഇമോഷൻ സീനുകളൊക്കെ. അത് വേറെ ഒന്നുമില്ല, അതിന്റെ ബാക്കിലുള്ള എന്താ സംഭവം എന്ന് വെച്ചാല് ഇമോഷൻ ചെയ്യാനുള്ള കൊതി കൊണ്ടിട്ടാണ് ആ വിഷമം ഉണ്ടായത്. അതൊരു സെന്റിമെന്റ്സ് ചെയ്യാനും പറയാനുള്ള ഒരു കൊതി കൊണ്ടിട്ട് ഞാൻ അത് കളയല്ലേ എന്ന് പറഞ്ഞില്ല, അത് കട്ട് ചെയ്ത് കളയും. അത് കളയല്ലേ പ്ലീസ് പ്ലീസ് എന്ന് റാഫി എടുത്ത് പറഞ്ഞപ്പോൾ അവനില്ല, കട്ട് ചെയ്ത് കളയും. പിന്നെ റാഫി സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, റാഫി ഇനിയെങ്കിലും അത് ഇട്ടൂടെ, ഇനി ഇട്ട് അശോനെ കണ്ണു നോക്കും, കാരണം അശോൻ ത്രൂ ഔട്ട് അല്ലെങ്കിൽ കലക്കി നിൽക്കുകയാണ്, അപ്പോൾ അതും കൂടി ചെയ്ത് ഞാൻ കണ്ണു നോക്കും എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ അത് അത്രയും കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊരു ഇമോഷൻ വന്നാൽ ചിലപ്പോൾ പടത്തിനെ ബാധിക്കും. ഒന്ന് അവിടെ ഇരിക്കും പടം, പിന്നെ കയറ്റിയെടുക്കാൻ പാടായി. അതാണ് റാഫി പറഞ്ഞത്, ഇമേജ് അവിടെ ഇരിക്കും. അപ്പോൾ ദിച്ചായ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മളെന്തായാലും നമ്മളുടെയൊക്കെ മനസ്സിലൊരു പ്രതീക്ഷ അനുസരിച്ച് ടൺ കണക്കിനുണ്ടത് ഇപ്പം തന്നെ. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ചിട്ട് നമ്മുടെ പ്രതിച്ഛായ ടൺ കണക്കിന് ഉള്ളൊരു പടമാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ അതുപോലെയുള്ളൊരു പഞ്ചാബി ഹൗസ് വേറൊരു ജോണറാണെങ്കിലും അതുമേലെ എന്തെങ്കിലും ഒരു പോറൽ വരാതിരിക്കാനല്ലേ അപ്പം നോക്കുള്ളൂ. അതിനിപ്പോൾ എൻ്റെ ഇതല്ലല്ലോ നോക്കേണ്ടത്, എൻ്റെ സീനല്ലല്ലോ. അത് കാരണക്കാരി സരിതയാണ്, നടി സരിത അത് മദ്രാസിൽ നിന്ന് ഡബ് ചെയ്യണത്, മോഹിനിക്ക് ഡബ് ചെയ്ത സരിതയാണ് ഊമപ്പെണ്ണായിട്ട്. സരിത അവിടുന്ന് സിദ്ദിഖിന് ഞാനും കൂടി എറണാകുളത്ത് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടുന്ന് സരിത വിളിച്ചിട്ടുണ്ടായി, മാഷെന്നാണ് വിളിക്കണം സിദ്ദിഖിനെ, സ്കൂളിൽ വർക്ക് ചെയ്യണുണ്ട്. പക്ഷേ അവിടെ നമ്മളിങ്ങനെ ഞാൻ കുറച്ച് ഡബ് ചെയ്തപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു എൻ്റെ വോയിസ്. അന്ന് ചെയ്തോ, കുഴപ്പമില്ല, സരിത തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അശോൻ വർക്ക് ചെയ്ത ആ സീനിൻ്റെ ഒരു ഇമോഷൻ സംഭവം കണ്ടു, ഭയങ്കര രസമായിട്ടുണ്ട്, അത് നന്നായി ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സരിത എന്ന് കുറേ പടം ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായി ഡബ് ചെയ്തിട്ടുണ്ട്, അശോനുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്ക് തന്നു. ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്ക് സരിത പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിൽ അങ്ങോട്ട് ഭയങ്കര വിഷമമായി. കാരണം ഇന്നത് പോകുന്നില്ല. അപ്പത്തെ പിറ്റേ ദിവസം ഞാൻ റാഫിനെ വിളിച്ചു, റാഫി അപ്പോഴാ പറഞ്ഞ പോകുന്നു. സരിതയൊക്കെ പറയുമ്പോ നമുക്കതൊരു ഭയങ്കര സത്യം. അതുപോലെ പ്രതിച്ഛായ സിനിമയിൽ ഒരു പ്രതിച്ഛായ ഉള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു ക്യാരക്ടർ ആകെ 2-3 സീൻസ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളെങ്കിലും ഭയങ്കര എന്താണ് ശരിക്കും ക്യാരക്ടർ വൈസ് ഒന്ന് പറയുകയാണെങ്കിൽ? ക്യാരക്ടർ വൈസ് ഞാൻ പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറേ പറയേണ്ടി വരും. ആ ക്യാരക്ടർ എന്താണെന്ന് ഇപ്പം അറിയിക്കാനും പാടില്ല. അങ്ങനെ രഹസ്യമൊന്നും ഇല്ല അതിൽ, പക്ഷെ ആ ക്യാരക്ടറിന്റെ സ്വഭാവം പറയേണ്ടി വരും. സീരിയസ് ആണോ? കുറച്ച് സീരിയസ് അല്ലേ? കുറച്ച് കോമഡി അല്ല. നീതു പിന്നെ നിവിൻ പോളിയുടെ വൈഫായിട്ടാണെന്നാണ് അല്ലേ? നീതുവിന്റെ ഒരു ലോങ് ഷോട്ടാണ് നമ്മൾ കണ്ടത് ട്രെയിലറിൽ. ആകെ അത് മാത്രമേ കാണാനുള്ളൂ. അത് അത്ര ഇച്ചിരി സീരിയസ് ആയിട്ട് ഇരുന്നോട്ടെ, വേറെ ഒന്നും അറിയണ്ടെന്ന് കരുതി അങ്ങനെ വെച്ചായിരിക്കും അല്ലേ? അങ്ങനെ അതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് എന്ന് പറയുന്നത്. സിനിമയിലെ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അതായിരിക്കാനാണ് സാധ്യത. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ ഷോട്ട് കേട്ടോ. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അത് കണ്ടു ഡബിന് പോയ സമയത്ത്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പ്രത്യേകം പോയി പറഞ്ഞു, സർ വളരെ സന്തോഷം, കാരണം ഒരു കൊടി ഇങ്ങനെ പാറുന്നു, താഴ്ന്ന് ഇങ്ങനെ ഞാൻ വരും, നമുക്കൊരു ഡ്രീം ഷോട്ടൊക്കെ ആണല്ലോ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റോസ എന്നാണ്. നിവിൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്യണത്. പ്രൊഫസറാണ്, പൊളിറ്റിക്കൽ സയൻസ് ആണ് സബ്ജക്റ്റ്. ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല, പക്ഷേ നല്ല പൊളിറ്റിക്കൽ ധാരണ ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അടിപൊളി. എനിക്ക് ശരിക്കും പറക്കുന്തളികയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ ഇനി അശോകേട്ടൻ ചെയ്യണമെന്നൊക്കെ. പണ്ട് ഞാനും ദിലീപും കൂടി ചെയ്ത സ്റ്റൈലിലൊരു പടം ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. വരുന്നുണ്ട്. ദിലീപായിട്ടല്ല, ഞാൻ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ, ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടത്തിൽ. അത് ഡയറക്ടറിന്റെ നിർബന്ധം വരുന്നു അങ്ങനെ ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒപ്പം നിൽക്കുന്ന ആളും അതേ മീറ്ററിൽ തന്നെ ഇരിക്കണം പെർഫോം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അത് ചേരുമെന്ന് വെച്ചാൽ ഇല്ല കുഴപ്പമില്ല ചെയ്തു നോക്കുന്നതിന്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ചെന്നിട്ട് എനിക്ക് അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് കേട്ട പിന്നെ ആ ഷൂട്ടിൻ്റെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഞാനത് ചെന്ന് ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയറക്ടറൊക്കെ എല്ലാവരും അഭിനയിക്കുന്ന ടെക്നീഷ്യന്മാരെല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. പിന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്താവും എന്നുള്ളത് പടം വരും പറയാം. അതെ, ഒരു തമാശ എടുക്കാൻ ഇത്തിരി പണിയാണ്, തമാശ ചെയ്യാനും പണിയാണ്. ഈ പ്രതിച്ഛായ സിനിമയിലേക്ക് വന്ന സമയത്ത് അതിൽ യുറക്കയുടെ റീലൊക്കെ കണ്ട് ഉണ്ണികൃഷ്ണൻ സാർ അങ്ങനെ
ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആ ഒരു ടീം അല്ലേ, പ്രതീക്ഷയുടെ ടീം? ഇന്റർവ്യൂവും പിന്നെ ആ സമയത്ത്, അതായത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സജഷൻസ് ചോദിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത്, നീ അവതരണം മാത്രം ചെയ്യണത് കൊണ്ട് നീ അഭിനയിക്കൂ എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവില്ല, അപ്പം എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കറക്റ്റ് സമയത്ത് യുറേക്ക ടീം തന്നെ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പറയുമ്പോൾ 6 വീഡിയോയേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ആ 6ഉം കണ്ടിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം കണ്ടേട്ടോ. ഇത് നമ്മളുടെ മൂവി പ്രൊമോഷന് വേണ്ടിയിട്ടും യുറേക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുറേക്കയ്ക്ക് ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ പിന്നെ സംസാരിച്ച് വരുമ്പോഴാണ് അവർ എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോഴും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ് അവരുടെ അടുത്ത്. അപ്പോൾ ഭയങ്കര മൂവിനോട് പാഷനേറ്റ് ആയിട്ടുള്ള, ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ വളരെ ധാരണ ഉള്ള 3 പേരാണ് യുറേക്കയുടെ പുറകിലുള്ളത്. അവരിതിൽ വലിയൊരു പങ്കുണ്ട് ഞാൻ ഇവിടെ എത്തിയതിൽ. അപ്പൊ അവരെ വിളിച്ച് പറഞ്ഞ അവർക്ക് ഓൾറെഡി ലൈക്ക് എനിക്ക് ഇതുണ്ടായിരുന്നു, നമ്മൾ പുറത്തേക്ക് ആദ്യം പറഞ്ഞിരുന്നില്ല, പക്ഷെ ഇനീഷ്യലി അറിഞ്ഞ കുറച്ച് പേരിൽ അവരും ഉണ്ടായിരുന്നു. ഇപ്പൊ അശോകേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാള് സിനിമയെ പറ്റി. ഇപ്പൊ 350 വർഷം അല്ലേ, അല്ല 350 സിനിമ. സോറി 350 സിനിമ, 50 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നീതുമാണ് ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം 350 സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട് അശോകേട്ടൻ. അപ്പൊ നീതുമാണ് ഇപ്പം കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. സിനിമ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുമോ ആൾക്കാർ, എന്താ തോന്നണേ? സിനിമ കഥ പറയാൻ നേരത്ത് ഒരാൾ നമ്മളൊരു അടിക്കേണ്ടി വന്നാൽ അടിക്കാതിരിക്കാൻ പറ്റില്ല സിനിമയിൽ. അപ്പോൾ ആ സീൻ വർക്കൗട്ട് ആവില്ല, അടിക്കുന്ന സീൻ. ഒരാളെ കുത്തിക്കൊല്ലണം എന്നുണ്ടെങ്കിൽ കുത്തിക്കൊല്ലാതെ പറ്റില്ല, അത് വെടിവെച്ച് കൊല്ലെങ്കിൽ ഇല്ല, പറ്റില്ല. ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയാണ്. അത് കണ്ടിട്ടാണ് ഞാൻ ഒരാളെ കൊന്നതെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ് ആ കഥയിൽ അങ്ങനെ പറയണം, അങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലേ. അന്ന് ആദ്യം തന്നെ എന്തെല്ലാം നന്മകൾ പറയേണ്ട സിനിമകളിൽ അത് ഫോളോവിനുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും ഇൻഫ്ലുവൻസ് ഉണ്ട്, മനസ്സിലായോ? സിനിമ മാത്രമല്ലല്ലോ. അതായത് നമ്മളൊരു കുട്ടി വളർന്നു വരുമ്പോൾ കാണുന്ന അച്ഛനമ്മ, നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മൾ കടയിൽ പോയി കാണുന്ന ഒരു ചേട്ടൻ, ഇപ്പം നമ്മൾ വഴിയിലൂടെ തുപ്പി നടക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി അത് നോർമലായിട്ട് എടുക്കും. പ്ലാസ്റ്റിക് ബോക്സിലിടാഞ്ഞാൽ കുട്ടി അത് നോർമലായിട്ട് എടുക്കും. അപ്പോൾ സിനിമ മാത്രമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന ആ കുട്ടിയുടെ മുന്നിലുള്ള എല്ലാത്തിനും ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പുതിയൊരു സിനിമ 26 എന്താ ആൾക്കാരോട് പറയാനുള്ളത്? എല്ലാവരും സിനിമ കാണണം. കാരണം ഇത് സാധാരണ പൊളിറ്റിക്കൽ സിനിമ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് അങ്ങനെ ആ ഒരു രീതിയിലല്ല ചെയ്തേക്കണം. ഇതൊരു ലൂസിഫർ ടച്ച് എന്നൊക്കെ പറഞ്ഞ് കമന്റ്സിൽ കണ്ടതാണ്. ഒരു ലൂസിഫർ ലെവലൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഫാമിലി കൂടി ഉണ്ട്, അതാണ് എൻ്റെ പ്രത്യേകത. ഈ രാഷ്ട്രീയത്തിൽ കുറച്ച് രാഷ്ട്രീയക്കാരുടെ കഥ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ടച്ചോട് പറഞ്ഞിട്ടുണ്ടോന്ന് സംശയമുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പിന്നെ എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 എടുക്കല. ഞാനൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു പേജ് ഡയലോഗൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാനിത് കുത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നിസാർ എടുത്തത് ഓരോ ഷോട്ടായിട്ടാണ്. കട്ട്. കാരണം ഈ പടം മൊത്തം അങ്ങനെയാണ് ഷോട്ട് എടുത്തതാണ്, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ക്യാമറാമാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ഒരുപാട് നല്ല ക്യാമറാമാൻ ഇല്ല എന്നില്ല, ഇയാൾ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിൽ തമിഴിലെ എന്താണ് പേര്, ചന്ദ്രു അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റപ്പാണ്. ഉണ്ണിസാറിന്റെ ഏറ്റവും ലോങ്സ്റ്റ് പ്രൊജക്റ്റ് ആണ്. സാറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ലോങ് ഡേയ്സ് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ കണ്ടായിരുന്നു. അത് ക്രൗഡൊക്കെ 6000-7000 ക്രൗഡിനെ വെച്ചിട്ട് ഇത്ര ദിവസം വർക്ക് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഈ 6000-7000 ക്രൗഡിനെ വെച്ചിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് തന്നെ ഒരു അഭിനയിച്ച് ഞാൻ തന്നെ കിടുങ്ങിപ്പോയി. കാരണം വെച്ചാൽ 350 സിനിമകൾ ഏകദേശം ആയിട്ടുണ്ട് എൻ്റെ 40 വർഷമായി സിനിമയിൽ വന്നിട്ട്. പക്ഷേ ഈ ഇതിൻ്റെ ഇടയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വേറൊരാളായ പോലെ, നമുക്കൊന്ന് പൊളിറ്റീഷ്യനാണ് എന്നാലും വേറൊരാളായ പോലെ നമുക്കൊരു തോന്നല്. ഇത്രയും ആൾക്കാരും പൊളി. അപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം കാണണം. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. മാർച്ച് 26 പ്രതിച്ഛായ. അപ്പോൾ എന്തായാലും പൊളിയാവട്ടെ, ഞങ്ങൾ എന്തായാലും പോയി കാണും. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. പടം ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.